Hi friends, welcome back to my YouTube channel. Welcome back to my first ever tutorial video and this is my first ever on voice video. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് Canva ആപ്പ് ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ്. So hope you enjoy guys. So നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. Okay guys, so നമുക്ക് Canva ആപ്പ് ആദ്യം ഓപ്പൺ ചെയ്യാം. Canva ആപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ്. ഇതിൽ നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വേണ്ടത്. സോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നമുക്കപ്പോൾ പോപ്പുലർ, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കാണാം. ഇതിൻ്റെ താഴെ തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ ആ ഒരു റേഷ്യോയിലുള്ള ക്യാൻവാസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ടെംപ്ലേറ്റ്സ് കിട്ടും. ക്രിസ്മസ്, മേരി ക്രിസ്മസ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കൊടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റാണ് സെർച്ച് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറേ ഫ്രീ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഈ ടെംപ്ലേറ്റ്സ് എല്ലാം ഉപയോഗിച്ച് നമുക്കിഷ്ടമുള്ള ഫോട്ടോസ് ആഡ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഈ ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഈ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ ക്യാൻവാസിൽ വരുന്നതാണ്. ഇതിൽ നമുക്കിനി നമ്മുടെ ഫോട്ടോ എങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, നമ്മളെ ഫോട്ടോ എങ്ങനെ ഇതിലോട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫോട്ടോയുടെ മേലെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിലിപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു ഫോട്ടോയുടെ മേലെ ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഒരു ക്ലിക്ക് മതി. അപ്പോൾ നമുക്ക് പഴയ ഉണ്ടായിരുന്ന ഫോട്ടോ മാറി നമ്മുടെ പുതിയ ഫോട്ടോ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഫോണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഓൾറെഡി കുറേ റൈറ്റിങ്സ് ഉണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതിൽ താഴെ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒത്തിരി ഫ്രീ ആയിട്ടുള്ള ഫോണ്ട്സ് കിട്ടും. ഇതിൽ നമുക്ക് മേലോട്ടൊക്കെ ഉള്ള ഒരു ആരോ കാണുന്നുണ്ടല്ലോ, ആ ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കുറേ വേറെ ഫോണ്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫോണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ നമ്മൾ എഴുതിയ അല്ലെങ്കിൽ റൈറ്റിങ്സിൻ്റെ കളർ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കാം. ഇതിൽ താഴെ നമ്മൾ റൈറ്റിലോട്ട് ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്, കുറേ ഡിസൈൻ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. കുറേ കളേഴ്സ് നമുക്കിവിടെ കാണാം. ഇതിൽ മേലോട്ടുള്ള ഒരു ആരോ ക്ലിക്ക് ചെയ്താൽ ഒരു കളർ ചാർട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ ഞാനിപ്പോൾ കളർ മാറ്റി റെഡ് കളർ ആക്കി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേൻ്റെ കളർ ബ്ലാക്ക് മാറി റെഡായി വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് ക്യാൻവയിൽ അവൈലബിൾ ആണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓൺ ഡിസൈൻസ് വരെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഡിസൈൻ ചെയ്ത അല്ലെങ്കിൽ ഈ ഫോട്ടോ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നമ്മളിവിടെ മേലെ ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ആസ് ഇമേജ്, നമ്മൾ ഡിസൈൻ ചെയ്ത ഈ ഫോട്ടോ ഇമേജായിട്ട് ഡയറക്റ്റ്ലി നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇമേജ് അല്ലാതെ എങ്ങനെ ഇത് ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ PDF ആയിട്ട് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നോക്കാം. അതിന് ഈ ഒരു ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിത് PNGയുടെ തൊട്ടടുത്ത് ചെറിയൊരു ആരോ കാണാൻ പറ്റും. ആ ആരോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് പല ഫോമാറ്റ്സ് കാണാം. JPG, PDF സ്റ്റാൻഡേർഡ്, PDF പ്രിൻറ്റ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് കാണാം. ഇതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ ഏതാണോ അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ്. ആ ഒരു ഫോമാറ്റിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.